15-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതിൻ്റെ ശേഷം അബ്രഹാമിന് ദർശനത്തിൽ യഹോവയുടെ അരുളപ്പാട് ഉണ്ടായതെന്തെന്നാൽ, അബ്രഹാമേ, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ പരിചയും നിന്റെ അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അതിന് അബ്രഹാം, കർത്താവായ യഹോവേ, നീ എനിക്ക് എന്തു തരും? ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ. എൻ്റെ അവകാശി ദമ്മേശേക്കുകാരനായ ഈ എലീസർ എത്ര എന്നു പറഞ്ഞു. നീ എനിക്കു സന്തതിയെ തന്നിട്ടില്ല. എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്നു അബ്രഹാം പറഞ്ഞു. അവൻ നിന്റെ അവകാശിയല്ല, നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശി എന്ന് അവന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. പിന്നെ അവൻ അവനെ പുറത്തു കൊണ്ടുചെന്നു, നീ ആകാശത്തേക്ക് നോക്കുക, നക്ഷത്രങ്ങളെ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്നു കൽപ്പിച്ചു. നിന്റെ സന്തതി ഇങ്ങനെയാകും എന്ന് അവനോട് കൽപ്പിച്ചു. അവൻ യഹോവയിൽ വിശ്വസിച്ചു, അത് അവനു നീതിയായി കണക്കിട്ടു. ആമേൻ. ലേഖനഭാഗം. എബ്രായ ലേഖനം 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. എബ്രായർ 11-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങൾ. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. അതിനാലല്ലോ പൂർവികർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല. കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിനും കയ്യിൻ്റെതിലും ഉത്തമമായ യാഗം കഴിച്ചു. അതിനാൽ അവൻ നീതിമാൻ എന്ന് സാക്ഷ്യം ലഭിച്ചു. ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു. മരിച്ച ശേഷം അവൻ വിശ്വാസത്താൽ സംസാരിച്ചു കൊണ്ടിരുന്നു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തതുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. വിശ്വാസത്താൽ നോഹ അതുവരെ കാണാത്തതേക്കുറിച്ച് അരുളപ്പാടുണ്ടായിട്ട് ഭയഭക്തി കൊണ്ട് തൻ്റെ കുടുംബത്തിൻ്റെ രക്ഷയ്ക്കായിട്ട് ഒരു പെട്ടകം തീർത്തു. അതിനാൽ അവൻ ലോകത്തെ കുറ്റം വിധിച്ചു വിശ്വാസത്താലുള്ള നീതിക്ക് അവകാശിയായി തീർന്നു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരിക്കുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അവൻ വാഗ്ദത്ത ദേശത്തേക്ക് ഒരു അന്യദേശത്ത് എന്ന പോലെ ചെന്നു. വാഗ്ദത്തത്തിന് കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങൾ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിനായി കാത്തിരുന്നു. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി പ്രാപിച്ചു. അതുകൊണ്ട് ഒരുവന് മൃതപ്രായനായവന് തന്നെ പെരുപ്പത്തിൽ ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെയും സന്തതി ജനിച്ചു. ഇവർ എല്ലാവരും വാഗ്ദത്ത നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവൃദ്ധി പ്രാപിച്ചു. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ ഭരിച്ചു. ഇങ്ങനെ പറയുന്നവർ ഒരു പൃഥുദേശം അന്വേഷിക്കുന്നു എന്ന് കാണിക്കുന്നു. അവർ വിട്ടുപോയതിനെ ഓർത്തു എങ്കിൽ മടങ്ങി പോകുവാൻ ഇട ഉണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിക്കുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കിയിരിക്കുന്നുവല്ലോ. ആമേൻ. ഈ സമയം ലേഖനഭാഗം വായിച്ചു തീർന്നു. നമുക്ക് എഴുന്നേറ്റ് ഹല്ലേലൂയ പാടാം. ഇന്നത്തേക്കുള്ള സുവിശേഷ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 12-ാം അധ്യായം 22 മുതൽ 34 വരെയുള്ള വാക്യങ്ങൾ.
അവൻ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത്, ആകയാൽ എന്ത് തിന്നും എന്ന് ജീവനായിക്കൊണ്ടും എന്തുടുക്കും എന്ന് ശരീരത്തിനായിക്കൊണ്ടും വിചാരപ്പെടരുത് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ആഹാരത്തേക്കാൾ ജീവനും ഉടുപ്പിനേക്കാൾ ശരീരവും വലുതല്ലോ. കാക്കയെ നോക്കുവിൻ, അത് വിതയ്ക്കുന്നില്ല, കൊയ്യുന്നില്ല, അതിന് പാണ്ടികശാലയും കളപ്പുരയും ഇല്ല, എങ്കിലും ദൈവം അതിനെ പുലർത്തുന്നു. പറവജാതിയേക്കാൾ നിങ്ങൾ എത്ര വിശേഷതയുള്ളവർ. പിന്നെ വിചാരപ്പെടുന്നതിനാൽ തൻ്റെ നീളത്തിൽ ഒരു മുഴം കൂട്ടുവാൻ നിങ്ങളിൽ ആർക്ക് കഴിയും? ആകയാൽ ഏറ്റവും ചെറിയതിലും പോലും നിങ്ങൾ പോരാത്തവർ എങ്കിൽ ശേഷമുള്ളതിനെക്കുറിച്ചുള്ള വിചാരപ്പെടുന്നത് എന്ത്? താമര എങ്ങനെ വളരുന്നു എന്ന് വിചാരിപ്പീൻ. അവ അധ്വാനിക്കുന്നില്ല, നൂൽക്കുന്നതുമില്ല. എന്നാൽ ശലോമൻ പോലും തൻ്റെ സകല മഹത്വത്തിലും ഇവയിൽ ഒന്നിനോളം ചമഞ്ഞിരുന്നില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നുള്ളതും ഇന്നുള്ളതും നാളെ അടുപ്പിൽ ഇടുന്നതുമായ വയലിലെ പുല്ലിനെ ദൈവം ഇങ്ങനെ ഉടുപ്പിക്കുന്നു എങ്കിൽ അല്പവിശ്വാസികളെ നിങ്ങളെ എത്രയധികം. എന്ത് തിന്നും എന്ത് കുടിക്കും എന്ന് നിങ്ങൾ ചിന്തിച്ച് ചഞ്ചലപ്പെടരുത്. ഈ വകയൊക്കെയും ലോകജാതികൾ അന്വേഷിക്കുന്നു. നിങ്ങളുടെ പിതാവോ ഇവ നിങ്ങൾക്ക് ആവശ്യമെന്ന് അറിയുന്നു. അവൻ്റെ രാജ്യം അന്വേഷിപ്പീൻ, അതോടുകൂടെ നിങ്ങൾക്ക് ഇതും കിട്ടും. ചെറിയ ആട്ടിൻകൂട്ടമേ, ഭയപ്പെടരുത്. നിങ്ങളുടെ പിതാവ് രാജ്യം നിങ്ങൾക്ക് നൽകുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നിങ്ങൾക്കുള്ളത് വിറ്റ് ഭിക്ഷ കൊടുപ്പീൻ. കള്ളൻ അടുക്കുകയോ പുഴു കെടുക്കുകയോ ചെയ്യാത്ത സ്വർഗത്തിൽ പഴകിപ്പോകാത്ത മടിശീലകളും തീർന്നു പോകാത്ത നിക്ഷേപവും നിങ്ങൾക്ക് ഉണ്ടാക്കിക്കൊള്ളുവീൻ. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയം ഇരിക്കും. നിങ്ങളുടെ നിക്ഷേപം ഉള്ളിടത്ത് നിങ്ങളുടെ ഹൃദയവും ഇരിക്കും. ഇവിടെ സുവിശേഷ വേദഭാഗം വായിച്ചു തീർന്നു. വിശ്വാസപ്രമാണം ഒരുമിച്ച് പറയാം. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചവനായ ദൈവത്തെ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ ഏകപുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. ആയവൻ പരിശുദ്ധാത്മാവിനാൽ പാലിക്കപ്പെട്ട് കന്യകമറിയയിൽ ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിന്റെ കീഴിൽ കഷ്ടം അനുഭവിച്ച് ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് സ്വർഗ്ഗാരോഹണം ചെയ്ത് സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നു. അവിടുന്ന് നമ്മൾ ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാലിക്കുകയും ചെയ്യും. പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധന്മാരുടെ കൂട്ടമാകുന്ന വിശുദ്ധ ക്രിസ്തുവിന്റെ സഭയിൽ പാപമോചനവും ശരീരത്തിന്റെ പുനരുദ്ധാനവും നിത്യജീവനിൽ ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. കൊയറിനോട് ചേർന്ന് കീർത്തന പുസ്തകത്തില് 333 പാട്ട്, പുതിയ പുസ്തകവും പഴയ പുസ്തകം 306 പാട്ട്. അതിനുശേഷം Parenta
ചെയ്തിടുവാൻ വല്ലഭനീതി നിൽക്കേ. മനമേ വല്ലഭനീതി നിൽക്കേ. പരിതാപത്തോടെ അവതാരം ചെയ്താൻ വരൻ ശാപം തന്മേൽ ചുമപ്പാൻ. മനമേ ശാപം തന്മേൽ ചുമപ്പാൻ. നരകെല്ലാം വേണ്ടി തൻ പരിശുദ്ധ ജഡം രക്തം ജീവനും ബലി കഴിച്ചാൻ. മനമേ ജീവനും ബലി കഴിച്ചാൻ. ചത്തു തിരിച്ചുയർത്തിടുന്നു തൻ തിരുകൃപ തേടും ചേരുമ്പോൾ ശാനന്ദത്തിൽ. മനമേ ചേരുമ്പോൾ ശാനന്ദത്തിൽ. ഈശോയല്ലാതെ വേറൊരു രക്ഷകനിഹത്തിലുണ്ടോ പറവാൻ. മനമേ ഇഹത്തിലുണ്ടോ പറവാൻ. ദൈവകരങ്ങളിൽ നമ്മെ തന്നെ സമർപ്പിക്കുകയും ദൈവത്തോട് നിമിഷം പ്രാർത്ഥിക്കുകയും ചെയ്യാം. നൽകിയ എല്ലാ വഴിപാടുകളെയും ദൈവകരങ്ങളിൽ ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. നൽകിയിരിക്കുന്ന എല്ലാ നല്ല ദാനങ്ങൾക്കായും അനുഗ്രഹങ്ങൾക്കായിട്ടും പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് അനീഷ ജന്മദിന കാണിക്കയായിട്ട് നൽകിയിട്ടുണ്ട്. അനിൽ എസ് താൻ കഴിഞ്ഞ ദിവസം ചെറിയ അപകടത്താൽ ഭാരപ്പെട്ട് കഴിയുകയാണ്. പ്രിയപ്പെട്ടവന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ തന്നെ എബിൻ, ബിബിൻ എന്നീ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവകരങ്ങളിൽ സ്തോത്ര വഴിപാടായിട്ട് നൽകിയിട്ടുണ്ട്. ആ കാണിക്കയെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് വിവാഹ വാർഷിക ആശംസകളായി സിയോൻ ലൂതർപുരം ചർച്ചിൻ്റെ ഭാഗമായി കുഞ്ഞുമോൻ, ശ്രീജ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. അതുപോലെ ജന്മദിന ആശംസയായിട്ട് നൽകുന്ന റോജി ക്രൈസ്റ്റ് നിവാസിൽ പ്രിയ കുടുംബത്തിന് വേണ്ടി ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. പ്രത്യേകമായി കനകമ്മ എന്ന പ്രിയ മാതാവ് ഒരു കാണിക്ക ഇവിടെ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റ് എല്ലാ മാസവരി കാണിക്കകളെയും അതുപോലെ തന്നെ ഇന്ന് ആവശ്യമായ സന്ദേശത്തിനായി കടന്നു വന്ന പ്രിയ സോണിയ സാജനെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ദൈവത്തോട് പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നനായ നല്ല ദൈവമേ, പരിശുദ്ധ പിതാവേ, അനുഗ്രഹമേറിയ ഈ നല്ല ദിവസത്തിൻ്റെ പകൽക്കാലം അങ്ങ് തന്ന ദിവ്യമായ സന്തോഷത്തിനും സമാധാനത്തിനും അനുഗ്രഹത്തിനും ഞങ്ങൾ നന്ദി പറയും. പ്രത്യേകിച്ച് ഈ കാണിക്ക സമർപ്പിച്ചിരിക്കുന്നത് ദൈവം ഏറ്റവും ശ്രേഷ്ഠവും അനുഗ്രഹമാണ്. തൻ്റെ മക്കളുടെ കണ്ണുനീരുകളും അവരുടെ പ്രാർത്ഥനകളും യാചനകളും സ്വർഗീയമായ സ്ഥാനത്ത് എത്തുവാനായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി അങ്ങയുടെ അടുത്തേക്ക് വന്നിരിക്കുന്ന കർത്താവെ, അവരെ ദൈവം മാനിക്കുകയും ദൈവം അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഏതെല്ലാം വിധത്തിൽ ദൈവസന്നിധിയിൽ ഞങ്ങൾക്ക് കാണിക്കകൾ സമർപ്പിക്കുവാനായിട്ട് കഴിയുമോ അതെല്ലാം ഏറ്റവും ശ്രേഷ്ഠമായി ചെയ്യുവാൻ നിൻ്റെ മക്കളെ പ്രാപ്തനാക്കണമേ. എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും മാറ്റി അനുകൂലമായ ഒരു സാഹചര്യത്തിലേക്ക് അവരെ എത്തിക്കുവാൻ തക്കവണ്ണം ദൈവം കൃപ ചെയ്യണം. ആവശ്യമായ ദൈവികമായ സന്തോഷവും സമാധാനവും ദൈവകൃപയും നൽകണമേ. ഈ കാണിക്കകളെ ദൈവം ആശീർവദിച്ച് അവർക്കാവശ്യമായ എല്ലാ നല്ല പരിപാലനത്തിനു വേണ്ടി ദൈവം കൃപ ചെയ്യണമേ. എന്തുദ്ദേശത്തോടു കൂടിയാണോ ഈ കാണിക്കകൾ സമർപ്പിച്ചിരിക്കുന്നത്, അവിടുത്തെ നന്മയും പ്രസാദവും തൻ്റെ മക്കളുടെ കുടുംബങ്ങളിൽ പകരപ്പെടുവാനും ശ്രേഷ്ഠമായ ഒരു ആത്മീക അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടാകുവാനും ദൈവം കൃപ ചെയ്യണമേ. ഓരോ നാളും ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ഞാൻ നിന്നെ കരുതും, ഞാൻ നിന്നെ നടത്തും, ഞാൻ നിന്നെ സഹായിക്കും എന്നുള്ള വാക്കുകൾ ഞങ്ങളുടെ ഹൃദയത്തിലെത്തുമ്പോൾ ഞങ്ങളത്രയും വിശ്വാസത്തോടുകൂടെ ഭയഭക്തിയുള്ള പ്രാർത്ഥനയുള്ള ഒരാത്മീക ജീവിതമുള്ള ഓരോ കുടുംബങ്ങളായി വ്യക്തികളായി തീരുവാനും ദൈവമായ കർത്താവെ നീ സഹായിക്കണമേ.
എല്ലാ കാര്യങ്ങളും ഭംഗിയായി നടത്തിത്തരുന്ന സർവശക്തനായ ദൈവം, ആ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങൾ അർപ്പിച്ചിരിക്കുന്ന ഈ കാണിക്കകളെ ദൈവം പാത്രീകരിച്ച് അവിടുത്തെ നന്മകളിലൂടെ ഞങ്ങളെ വഴി നടത്തുകയും സഹായിക്കുകയും ചെയ്യണം. സകലതും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ രക്ഷകനാകുന്ന യേശുക്രിസ്തു മുഖാന്തരം ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേയും. ആമേൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രത്യേകിച്ച് ഇന്ന് സർക്കിൾ തലത്തിലുള്ള യുവജന ഞായറായിട്ടാണ് ഈ ദിവസത്തെ പ്രത്യേകമായിട്ട് കരുതുന്നത്. ഈ ദിവസത്തെ വളരെ എല്ലാ സഭകളിലും അവർ നിയോഗിക്കപ്പെടുന്ന, അതായത് സർക്കിൾ ബാലരാമം സർക്കിളിൻ്റെ നേതൃത്വത്തിലുള്ള പ്രിയപ്പെട്ടവരാണ് ഇവിടെ കടന്നു വരുന്നത്. ഇന്ന് സോണിയ സാജൻ നമ്മുടെ മധ്യേ സന്ദേശവുമായിട്ട് കടന്നു വന്നിട്ടുണ്ട്. വളരെ സന്തോഷത്തോടെ ഈ സഭ അദ്ദേഹത്തെ ആദരവോടെ ഇന്നത്തെ ദൈവിക ആലോചനയ്ക്കായി അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കും. പിതാവായ ദൈവത്തിങ്കിൽ നിന്നും പുത്രനായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനങ്ങൾക്ക് ഉണ്ടാകുമാറാകട്ടെ. ആമേൻ. അല്പസമയം ചിന്തയ്ക്കായി എടുത്തിട്ടുള്ള വിശുദ്ധ വേദഭാഗം സദൃശ്യവാക്യങ്ങൾ 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വചനങ്ങൾ. സദൃശ്യവാക്യം 2-ാം അധ്യായം 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ. മകനെ, ജ്ഞാനത്തിന് ചെവി കൊടുക്കുകയും ബോധത്തിന് നിന്റെ ഹൃദയം ചായ്ക്കുകയും ചെയ്യേണ്ടതിന് എൻ്റെ വചനങ്ങളെ കൈക്കൊണ്ട് നിക്ഷേപങ്ങളെ പോലെ തിരയുന്നു എങ്കിൽ നീ യഹോവയിൽ ഗ്രഹിക്കുന്നതും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. യഹോവയല്ലോ ജ്ഞാനം നൽകുന്നത്. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനും നിത്യനും നീതിമാനുമായ സ്വർഗ്ഗ നല്ല പിതാവാം ദൈവമേ, അടിയൻ ഇന്ന് ഇവിടെ ആ വചനം പ്രസംഗിക്കുവാനായി ഇവിടെ വരുന്ന ദൈവം ചെയ്ത കൃപയ്ക്കായി നന്ദി പറയുന്നു. കർത്താവേ ദൈവമേ, അടിയൻ്റെ വായിൽ കൂടെ അങ്ങയുടെ വചനം ജനങ്ങൾ കേട്ട് അത് 30, 60, 100 മേനി വിളവ് കൊയ്യുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ. അടിയൻ്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ കർത്താവേ, അത് അവരുടെ ജീവിതത്തിൽ ഉപകാരം ചെയ്യുവാൻ തക്കവണ്ണം അങ്ങ് സഹായിക്കുമാറാകണമേ. ദാദാ, എല്ലാ മക്കളെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കണം. സ്വർഗ്ഗ നല്ല പിതാവേ, ആമേൻ. ക്രിസ്തുവിൽ പ്രിയരെ, ഈ അനുഗ്രഹമായ നല്ലൊരു ദിവസത്തിൽ നിങ്ങളുടെ മധ്യ ആയിരിക്കുവാൻ ദൈവം ഒരുക്കിയിരിക്കുന്നു. ദൈവത്തിന് നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിച്ചു കൊള്ളുന്നു. ഇന്ന് സർക്കിളിൽ യുവജനവാരമായി ആഘോഷിക്കുമ്പോൾ നമ്മൾ ഇന്നത്തെ തലമുറയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും പല നമ്മളിന്ന് ദിനംതോറും പത്രങ്ങളെടുത്ത് നോക്കുകയാണെങ്കിൽ യുവജനങ്ങൾ എങ്ങനെയുള്ളവരായിത്തീരുകയാണ്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ലോകത്ത് അടിമപ്പെട്ട് ദൈവത്തെ വേണ്ട, അപ്പനാരെന്നോ അമ്മയാരെന്നോ സഹോദരങ്ങളാരെന്നോ തിരിച്ചറിയാൻ പറ്റാത്തൊരു ലോകത്തിലാണ് നാം ഇന്ന് കടന്നു പോകുന്നത്. പക്ഷേ നമുക്കിന്ന് ഇവിടെ ഈ സന്തോഷത്തോടെ ഇത്രയും ആൾക്കാർ ഇവിടെ സന്തോഷത്തോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിന് ഞാൻ നന്ദി പറയുകയാണ്. കാരണം എത്രയോ ഇന്ന് ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ യുവജനങ്ങൾ എത്രയോ പേരുണ്ട്. പക്ഷേ നമ്മൾ ഇന്ന് ചില സഭകൾ നോക്കുകയാണെങ്കിൽ ഇന്ന് യുവാക്കളില്ല, യുവതികളില്ല, ആർക്കും ദൈവത്തെ വേണ്ട. ലോകവും അതിൻ്റെ മോഹവും മാത്രം മതി. പക്ഷേ നിങ്ങളെ ഇത്രയും കാണുമ്പോൾ എനിക്ക് സന്തോഷമാണ് തോന്നുന്നത്. കാരണം ദൈവത്തെ അറിയുന്ന മക്കൾ ഇത്രയെങ്കിലും ഉണ്ടല്ലോ എന്നുള്ള സന്തോഷം. സർവശക്തനായ ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് എനിക്ക് അവസരം തന്ന സർക്കിൾ ഭാരവാഹികൾക്കും ഈ സഭയിലെ ശുശ്രൂഷകനും ഈ സഭയിലെ കമ്മിറ്റിക്കും ഈ സഭയിലുള്ള എല്ലാ വിശ്വാസികൾക്കും ദൈവനാമത്തിന് സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം വായിച്ചു കേട്ടതായ ഭാഗത്തിൽ BC 975 കാലഘട്ടത്തിൽ ശലോമോൻ രാജാവിനാൽ എഴുതപ്പെട്ടതാണ് സദൃശ്യവാക്യങ്ങൾ. 1 രാജാക്കന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 15 മുതൽ 21 വരെയുള്ള വാക്യം വായിക്കുമ്പോഴും 1 ദിനവൃത്താന്തം 3-ന്റെ 5-ാം വാക്യം വായിക്കുമ്പോഴും ശലോമോൻ രാജാവ് ആരായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. കൂടാതെ ഇസ്രായേലിനെ 40 വർഷത്തോളം ഭരിച്ച ഒരു രാജാവ് കൂടെയാണ് ശലോമോൻ രാജാവ്. 1 രാജാക്കന്മാർ 11-ന്റെ 42-ാം വാക്യത്തിൽ കാണുന്നു കഴിയുന്നു. കൂടാതെ ശലോമോൻ രാജാവ് ആരാകുന്നു എന്ന് 1 രാജാക്കന്മാർ 4-ന്റെ 29 മുതൽ 34 വരെ വാക്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കാം. ജ്ഞാനികളിൽ ജ്ഞാനിയാണ് ശലോമോൻ രാജാവ് എന്ന് അറിയപ്പെടുന്നു. അതുമല്ല, യെരൂശലേം ദേവാലയം പണിയുവാൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടതാണ് ശലോമോൻ രാജാവ്.
ഈ ശലോമോൻ രാജാവ് ധനത്തെക്കാളും മറ്റെന്തിനേക്കാളും ജ്ഞാനത്തെയാണ് ദൈവത്തോട് ചോദിച്ചതും വാങ്ങിയതും. ഈ ധ്യാനപാഠത്തിൽ നാം വായിക്കുകയാണെങ്കിൽ ഒന്നാമതായി നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് ദൈവിക ജ്ഞാനം അനുഗ്രഹങ്ങൾക്ക് അടിസ്ഥാനമെന്നാണ്. നാം ദൈവിക ജ്ഞാനം പ്രാപിക്കുന്നവരാകണം, കാരണം ജ്ഞാനം യഹോവെങ്കിൽ നിന്ന് വരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. സദൃശ്യവാക്യം 2:6 പറഞ്ഞിരിക്കുന്നു. അത് നമുക്ക് സങ്കീർത്തനം 111:11 കാണാം. യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു. നാമും ഈ ലോകത്തായിരിക്കുമ്പോൾ ജ്ഞാനം പ്രാപിക്കണം. ജ്ഞാനം എന്ന് വെച്ചാൽ എന്താണ്? ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും അത് അനുഗ്രഹമാകത്തുള്ളൂ. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വായിക്കുമ്പോൾ മനുഷ്യൻ എങ്ങനെയാണ് പാപത്തിനും മരണത്തിനും അധീനരായത്? ദൈവം കൊടുത്തതായ ജ്ഞാനത്തെ ശരിയായി വിനിയോഗിക്കാത്തതിനാൽ ദൈവത്തെ പോലെ ആകണമെന്ന് അതിമോഹവും ലൗകികമായ തിരഞ്ഞെടുപ്പുകളുമാണ് ജ്ഞാനത്തെ അല്ലാതെ ആകുമ്പോൾ വീഴ്ചയ്ക്ക് കാരണമാകും. ജ്ഞാനമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തിൽ വീഴ്ചയ്ക്ക് കാരണമാകും. കാരണം ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഈ ലൗകികമായോ നമ്മൾ ഈ ആദാമോ ഹവ്വയുടെ ജീവിതം നോക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്തു? ദൈവം പറഞ്ഞു നിങ്ങൾ ആ വൃക്ഷത്തിൻ്റെ ഫലം കഴിക്കരുത്. പക്ഷെ അവരെന്ത് ചെയ്തു? കഴിച്ചു. അപ്പോൾ അവരിൽ എന്തുണ്ടായി? അവരുടെ ജീവിതം നാശമായി. പക്ഷേ അവർ ജ്ഞാനത്തോടെയാണ് അത് ചിന്തിച്ചിരുന്നതെങ്കിൽ അവരുടെ ജീവിതം ഇന്നിങ്ങനെ ആവുമായിരുന്നു? ഒരിക്കലുമില്ല. അതാണ് റോമർക്ക് എഴുതിയ ലേഖനം നാം വായിക്കുമ്പോൾ 8:7 പറഞ്ഞിരിക്കുന്നു, ജഡത്തിൻ്റെ ചിന്ത മരണം എന്ന് പറയുന്നു. ജ്ഞാനത്തോടുകൂടി ചിന്തിച്ചില്ലെങ്കിൽ പാപത്തിൽ വീഴുകയും അത് കൂടുതൽ നാം മനസ്സിലാക്കണം. ലൂക്കോസ് 15:11-32 വരെയുള്ള വാക്യങ്ങൾ കാണുന്നത് അനുഗ്രഹത്തിന് മുഖാന്തരങ്ങളാണ്. 2 മക്കൾ ഉള്ള അപ്പൻ ഇളയ മകൻ തൻ്റെ സമ്പാദ്യം ചോദിച്ച് വാങ്ങിപ്പോകുന്നു. ആ ചോദിക്കുന്നത് തന്നെ ജ്ഞാനത്തോടെയാണോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. അല്ല, അപ്പൻ്റെ വസ്തു ഒന്നും ചെയ്യാതെ തനിക്കുള്ളത് ചോദിച്ച് വാങ്ങുന്നു. എന്നാൽ ജ്ഞാനമുള്ള അപ്പൻ തടസ്സം പറയാതെ കൊടുക്കുന്നു. ആ മകൻ എങ്ങനെ ജ്ഞാനത്തോടെ ജീവിക്കുമോ എന്നറിയാൻ ആ മകൻ്റെ ഇഷ്ടത്തിന് വിടുന്നു. അവൻ അവസാനം ജ്ഞാനമില്ലാതെ പെരുമാറി തനിക്കുള്ളതെല്ലാം നഷ്ടപ്പെട്ട് തിരിച്ച് സ്വന്തം അപ്പനിൽ അടുത്തോട്ട് വരുന്നതായിട്ടാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഇന്നത്തെ മക്കളെ നോക്കുക, പ്രത്യേകിച്ച് യുവതലമുറയെ. ദേവാലയത്തിൽ വരാൻ പോലും മടി കാണിക്കുന്നു. അവർ ദൈവവചനം ഇഷ്ടമല്ല. അവർക്ക് ദൈവം ആരെന്ന് പോലും അറിഞ്ഞൂടാത്ത ലോകത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. ഇന്ന് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ കൊല, മോഷണം, പിടിച്ചുപറി, അങ്ങനെ പല പല രീതിയിലാണ് ഇന്ന് യുവാക്കൾ. പണ്ടൊക്കെ നമ്മൾ 1-2 ആണ് പത്രങ്ങളിൽ കൂടെ ദിവസേന കേൾക്കുന്നത്. പക്ഷേ ഇന്നോ ഡെയിലി നമ്മൾ എന്നും പത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ മോഷണം, പിടിച്ചുപറി, MDMA പോലുള്ള മയക്കുമരുന്നുകൾ ഉപയോഗം. മെഞ്ഞാന്ന് ഞാൻ പത്രത്തിൽ കണ്ടതാണ്, ഈ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് സ്വന്തം അമ്മേനെ വരെ ബലാത്സംഗം ചെയ്ത തലമുറയാണ് ഇന്നത്തെ ലോകത്തുള്ളത്. അത് നമ്മൾ ചിന്തിക്കുമ്പോൾ അവർക്ക് എങ്ങനെയാണ് ആ സ്വന്തം പെറ്റമ്മേനെ ഇങ്ങനെ ചെയ്യുവാൻ തോന്നിയതെന്ന് വരെ നമ്മൾ ചിന്തിച്ചു പോകും. പക്ഷെ അവർക്ക് ആ ഉന്മാദ ലഹരിയിൽ ഇരിക്കുമ്പോൾ അവർക്കറിയത്തില്ല അതെൻ്റെ അമ്മയാണെന്നോ അതെൻ്റെ സഹോദരിയാണെന്നോ അതൊന്നും അറിയത്തില്ല. അവർ വേറെ ലോകങ്ങളിലോട്ടാണ് അവർ തിരിയുന്നത്. നാം എല്ലാവരും ഈ ലോകത്തെ ബലഹീനരാണ്. ശലോമോനെ പോലെ ചെറുപ്പത്തിൽ ദൈവിക ജ്ഞാനം പ്രാപിച്ച് വിവേകത്തോടെ പ്രവർത്തിച്ചതുപോലെ ദൈവത്തോട് ചോദിച്ച് 1 രാജാക്കന്മാർ 3:7-14 വരെയുള്ള വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു, ഈ ജനത്തെ ഭരിക്കുവാനുള്ള ജ്ഞാനമുള്ള ഹൃദയം എന്നാണ് ശലോമോൻ രാജാവ്. ഈ ജനത്തെ ഭരിക്കുവാനുള്ള ഹൃദയം നമ്മളോടത്താണ് ദൈവം നമ്മോട് ചോദിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്ത് പറയുമായിരുന്നു? എനിക്ക് പണം, സമ്പത്ത്, ഈ ലോകത്തിൽ ഉന്മാദമായി നടക്കണം. പക്ഷേ ശലോമോൻ രാജാവ് എന്താണ് ദൈവത്തോട് ചോദിച്ചത്? എനിക്ക് ജ്ഞാനം, ഈ ജനത്തെ നയിക്കുവാനുള്ള ജ്ഞാനം. നിങ്ങൾ എത്ര പേര് ചോദിക്കും ദൈവത്തോട് ഇങ്ങനെ? ആരെങ്കിലും ചോദിക്കും? ഇല്ല. ഈ പറയുന്ന ഞാൻ പോലും ഞാൻ ചോദിക്കൂല. കാരണം എനിക്ക് ഇന്ന് ഈ ലോകത്ത് ജീവിക്കാൻ പണം വേണം, സ്വത്ത് വേണം, എല്ലാം വേണം. പക്ഷേ നാം ഇന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ ഈ ലോകത്തിൻ്റെ ഈ പോക്ക് അന്വേഷിച്ച് നോക്കുമ്പോൾ നമുക്ക് ജ്ഞാനമാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ്. ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഒരു കാര്യം എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. സ്വർണവും പണവും എല്ലാം നമ്മുടെ കയ്യിലുണ്ട്, പക്ഷെ ഒരു താൽക്കാലികമായ സമയത്ത് അത് കാണും. ഈ ലോകത്ത് നിന്ന് ഞാനും നിങ്ങളും പോകുമ്പോൾ ഈ നമ്മൾ ആഗ്രഹിച്ച ഈ സാധനങ്ങൾ കൊണ്ടുപോകുമോ? ഇല്ല.
പക്ഷെ ജ്ഞാനമുണ്ടെങ്കിൽ അത് ഒരാളോട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ അതൊരു അനുഗ്രഹമാകും. ഇല്ലയോ? ആണോ ഇല്ലയോ? ആണ് അല്ലേ? ആണോ? ആരും മിണ്ടുന്നില്ല. ആണോ അല്ലയോ? ആണ്. ജ്ഞാനമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒരു കാര്യം തീരുമാനിച്ചാൽ നമുക്കത് ആ ജ്ഞാനത്തോടെ ചെയ്യുവാൻ കഴിയും. യൗവനക്കാരെ പ്രത്യേകിച്ച് ഇന്ന് യുവജന ഞായർ ആയതുകൊണ്ട് നാം ദൈവകൽപ്പന പ്രമാണിച്ച് മാതൃകയുള്ളവർ ആകണം. അത് നമ്മുടെ ഇന്നത്തെ ലേഖന വേദഭാഗത്തിലൂടെയും സുവിശേഷ വേദഭാഗത്തിലൂടെയും കാണുവാൻ സാധിക്കുന്നു. 1 തിമോഥെയോസ് 4-ാം അധ്യായത്തിൻ്റെ 12 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ യൗവനക്കാർ എങ്ങനെ കൽപ്പന പ്രമാണിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു. എല്ലാറ്റിനും വചനത്തിന് മാതൃകയുള്ളവനായിരിക്കണം. പ്രത്യേകിച്ച് വാക്കിൽ, നടപ്പിൽ, സ്നേഹത്തിൽ, വിശ്വാസത്തിൽ, നിർമ്മലതയിൽ, ഇവയെല്ലാം മാതൃക. ഇന്നത്തെ യുവജനങ്ങൾക്ക് ദൈവവചനം എന്തെന്ന് പോലും അറിയത്തില്ല. ഞാൻ സൺഡേ സ്കൂൾ പരീക്ഷ സമയത്ത് ഒരു അച്ഛൻ ഇങ്ങനെ പറഞ്ഞതാണ്, ഇന്നത്തെ കുഞ്ഞു മക്കളോട് ചോദിച്ചു യേശു ക്രിസ്തുവിൻ്റെ അപ്പൻ്റെ പേരെന്തെന്ന് ചോദിച്ചപ്പോൾ വേറെ വരെ എഴുതിയ ആൾക്കാരുണ്ടെന്ന്. അവർക്ക് യോസേഫ് എന്ന് പോലും അറിയത്തില്ല. ഇന്ന് നമ്മൾ യുവജനങ്ങൾക്ക് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവർ ദൈവത്തിൻ്റെ കൽപ്പനകളിൽ നടത്തണം. കാരണം ഇന്നത്തെ ലോകം എന്ന് പറഞ്ഞാൽ മനുഷ്യനെ തെറ്റിക്കേണ്ട ലോകമാണ്. ഈ കൊടും ലോകത്തിൽ നിന്ന് നമുക്ക് നമ്മുടെ മക്കളെ രക്ഷിക്കണമെങ്കിൽ ഇങ്ങനത്തെയുള്ള ഈ മദ്യത്തിൻ്റെ മയക്കുമരുന്നിനെ വിട്ട് അവർക്ക് ദൈവവചനം എന്തെന്ന് പറഞ്ഞു കൊടുക്കണം. പ്രത്യേകിച്ച് യുവതി യുവാക്കളുടെ വാക്ക് എങ്ങനെയുള്ളതാണ്? പലപ്പോഴും വായി തുറന്ന് കള്ള മാത്രമാണ് ഇന്ന് എല്ലാ യുവതി യുവാക്കളും പറയുന്നത്. അവരെന്താണ് കള്ളത്തരം പറയുന്നത്? കാരണം എന്താ? അവരുടെ നടപ്പ് ശരിയാണോ? അവരുടെ കൈയും കാലും നാവും കുഴഞ്ഞ് മയക്കുമരുന്നും മദ്യലഹരിക്കും അടിമപ്പെട്ടുള്ള നടപ്പ്. നമ്മുടെ സ്നേഹം അപ്പനെയും അമ്മേനെയും പറ്റിക്കുന്ന സ്നേഹമാണ്. സഹോദരങ്ങളെ പറ്റിച്ച് സ്നേഹം, കാര്യസാധ്യത്തിന് വേണ്ടിയിട്ടുള്ള സ്നേഹം. ഇന്നത്തെ ലോകത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ മക്കൾക്ക് അപ്പനിലും അമ്മേനെ വിശ്വാസമില്ല. ഏറ്റവും കൂടുതൽ വിശ്വാസമുള്ളത് ആരെയാണ്? കൂട്ടുകാരെ നമ്മൾ വിചാരിക്കും കൂട്ടുകാരോട് നമ്മൾ എല്ലാ കാര്യവും ഷെയർ ചെയ്താൽ അവരാരോടും പറയത്തില്ല. പക്ഷേ അവരോട് നമ്മൾ പറയുകയാണെങ്കിൽ അവർ 5 പേരെടുത്ത് ചെന്ന് പറയുക ചെയ്യും. പക്ഷേ നീ അപ്പനും അമ്മയെടുത്ത് പറയുകയാണെങ്കിൽ നമുക്കൊരു പ്രശ്നത്തിനൊരു സൊല്യൂഷൻ കണ്ടെത്തി തരാൻ അവർ കഴിയും. പക്ഷേ ഇന്നത്തെ തലമുറ അവരെടുത്തൊന്നും പറയാതെ ഈ കൂട്ടുകാരോട് പറഞ്ഞ് സ്വന്തമായി കുഴി തോണ്ടി പോകുന്നൊരവസ്ഥയാണ് ഇന്ന് നമുക്ക് ചുറ്റും കാണുവാൻ കഴിയുന്നത്. വിശുദ്ധിയിൽ ജീവിക്കണം. ശാരീരികമായും മാനസികമായും വിശുദ്ധി ഉണ്ടായിരിക്കണം. അത് പലപ്പോഴും ഇല്ലാതെ പോകുന്നു. അതിനാലാണ് ലേഖന പാഠത്തിൽ പറയുന്നത് നാം മാതൃകയുള്ളവർ ആയിരിക്കണം. അവിടെ അവസാനം പറഞ്ഞിരിക്കുന്നു വചനത്തിൽ ആയിരിക്കുന്നവൻ രക്ഷിക്കപ്പെടുമെന്ന്. അതുപോലെ തന്നെയാണ് സുവിശേഷ വേദഭാഗത്തിലൂടെ കാണുന്നത്. മത്തായി 19-ാം അധ്യായം 16 മുതൽ 22 വരെയുള്ള വാക്യത്തിൽ യേശുവിനോട് ഒരു യൗവനക്കാരൻ നിത്യജീവൻ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിക്കുന്നു. പക്ഷേ ഈ വചനം കേൾക്കുമ്പോൾ ഇങ്ങനെ ഒരു വചനമുണ്ടോ എന്ന് വരെ നാം എന്ത് ചെയ്യും? ചിന്തിക്കുന്നവരാണ്. നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കണം. ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്താണ്? കൊല ചെയ്യരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, മോഹിക്കരുത്, അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. ഇവയെല്ലാം ജ്ഞാനത്തോടെ നാം ചെയ്യണം. എന്നാൽ നമ്മോട് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും കുറവുണ്ടോ? ഇല്ല. നമുക്ക് എല്ലാ വചനവും അറിയാം. നമ്മളെല്ലാം എല്ലാ ദൈവിക കൽപ്പനകളെല്ലാം അറിയുന്നവരാണ്. പക്ഷേ നമ്മുടെ ജീവിതത്തിൽ അത് ചെയ്യുന്നുണ്ടോ? നമ്മൾ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ടോ? ഞാൻ എല്ലാ ആൾക്കാരോടും ചോദിക്കുന്നുണ്ട്, നമ്മൾ അപ്പനെ അമ്മയെ ബഹുമാനിക്കുന്നുണ്ടോ? ഇല്ല. ഈ പറയുന്ന ഞാനും എൻ്റെ അപ്പനെയും അമ്മേനെ ബഹുമാനിക്കുന്നില്ല. ചില കാര്യങ്ങൾ വരുമ്പോൾ ഞാൻ അവരോട് പറയാതെ ഞാൻ സ്വന്തമായി ഓരോ തീരുമാനം എടുക്കുമ്പോൾ ഞാൻ ആ നാശത്തിലോട്ട് ഇറങ്ങി ചെല്ലുകയാണ്. പക്ഷേ നാം അപ്പനെയും അമ്മേനെയും ബഹുമാനിക്കണം. അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണം. പക്ഷെ അങ്ങനെ ആ ബഹുമാനം നാം ഇന്ന് കൊടുക്കുന്നവരാണെങ്കിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ ഉണ്ടാകത്തില്ല. നാം അപ്പനെ അമ്മേനെ സ്നേഹിക്കുന്ന മക്കളാണെങ്കിൽ ഇന്ന് വൃദ്ധസദനങ്ങൾ ഉണ്ടാകത്തില്ല. കാരണം ഇന്ന് അങ്ങനെ ആ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക, അപ്പനെ അമ്മയെ സ്നേഹിക്കാത്തവരായതുകൊണ്ടാണ് ഇന്ന് വൃദ്ധസദനങ്ങൾ ഏറ്റവും കൂടുതലുള്ളത്. ഇന്ന് ഓരോ പള്ളികൾ നോക്കുമ്പോൾ റിട്രീറ്റിനായിട്ട് അവരെ പോകുന്നത് എവിടെയാണ്? വൃദ്ധസദനങ്ങളിലോട്ട്. പക്ഷേ ഇന്ന് അവിടുത്തെ ചില സ്ഥലത്ത് ചെന്ന അവസ്ഥ കണ്ടാൽ നമുക്ക് പോലും സങ്കടം വരുന്ന ഒരവസ്ഥകളാണ്. കാരണം ആ അമ്മമാർക്ക് സ്വന്തം മക്കളെ സ്നേഹം കിട്ടുവാൻ അവർ ഏറ്റവും കൊതിക്കുന്നു ആ സമയത്ത്. പക്ഷെ അവർക്ക് എന്ത് ചെയ്യുന്നു? കിട്ടുന്നില്ല. പക്ഷെ നാം ക്രിസ്ത്യാനികളായി നാം ഒരിക്കലും ഒരു തീരുമാനമെടുക്കണം. ഞങ്ങളുടെ അപ്പനെയോ അമ്മേനെയോ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല. അവരുടെ അവസാനം വരെയും ഞങ്ങൾ കൂടെ കാണും.
ഇന്ന് എത്ര മക്കൾക്ക് പറയാൻ പറ്റും ഞാൻ എൻ്റെ അപ്പൻ്റെ അമ്മയുടെ കൂടെ ഇനി കാണുമെന്ന്? അവർ അവസാനത്തോളം കൈ ഉയർത്താൻ പറ്റുമോ ആർക്കെങ്കിലും? ആരും കൈ ഉയർത്തൂലേ? അപ്പനെ അമ്മേനെ ആർക്കും വേണ്ടേ? അവരെ സ്നേഹിക്കൂലേ? നമ്മുടെ അപ്പനെ അമ്മേനെ സ്നേഹിക്കണം. കാരണം നമ്മുടെ ഈ പ്രവൃത്തി കണ്ടിട്ട് വേണം നാളെ നമ്മുടെ മക്കൾ അതറിയാൻ. കാരണം ഇന്നത്തെ മക്കൾ നോക്കുകയാണെങ്കിൽ പണ്ടൊരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു ഭർത്താവ് സ്വന്തം അമ്മയെ ഒരു ആണ് സ്വന്തം അമ്മേനെ ആഹാരം കൊടുക്കുന്ന ഒരു പട്ടിയുടെ പാത്രത്തിലാണ്. അപ്പോൾ അയാളും അയാളുടെ ഭാര്യയും അമ്മയ്ക്ക് ആഹാരം കൊടുക്കുന്ന ഒരു ചെറിയൊരു പട്ടിക്ക് കൊടുക്കുന്ന ഒരു പോലത്തെ ഒരു പാത്രത്തിലാണ് ആഹാരം കൊടുക്കുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്തു? അമ്മമ്മ മരിച്ചു. അവിടെ നിന്ന് മാറി വേറെ എവിടെ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ മകനാണെങ്കിൽ ആ പാത്രം ഇങ്ങനെ എടുക്കുന്നത് കണ്ടു. അപ്പോൾ അമ്മ ചോദിക്കുന്നു, നീ എന്തിനാണ് ഈ പാത്രം എടുക്കുന്നത്? അപ്പോൾ പറയുന്നത്, നിങ്ങൾ വയസ്സാകുമ്പോൾ ആ പാത്രത്തിൽ ഞാൻ നിങ്ങൾക്ക് ചോറ് തരും. അപ്പോൾ നമ്മുടെ പ്രവൃത്തി നമ്മുടെ മക്കൾ അത് കാണുക തന്നെ ചെയ്യും. അത് കാണും. നമ്മളിപ്പോൾ നമ്മുടെ അമ്മയുടെ അടുത്ത് കാണിക്കുന്ന സ്വഭാവം നമ്മുടെ അപ്പനെ അടുത്തായാലും ഭർത്താവിൻ്റെ അപ്പനോട് അമ്മയോട് ചെയ്യുന്ന സ്വഭാവം നമ്മുടെ മക്കൾ അത് എന്ത് ചെയ്യും? കാണുക തന്നെ ചെയ്യും. പക്ഷേ ആ യൗവനക്കാരിൽ ഒരു കുറവുമില്ല. അവന് സമ്പത്തിൽ മാത്രം ആശ്രയിച്ച് അതാണ് ജീവിതം, അതാണ് അവൻ്റെ നിത്യജീവൻ എന്ന് അവൻ എന്ത് ചെയ്തു? തിരിച്ചറിയുന്നു. നമ്മുടെ കുറവ് ചൂണ്ടിക്കാണിക്കുവാൻ നാം പിൻവാങ്ങി പോകുവാൻ പാടില്ല. അതിനെ മനസ്സിലാക്കി 119 സങ്കീർത്തനം 105 വാക്യത്തിൽ പറയുന്നത്, വചനം കാലിന് ദീപവും പാതയ്ക്ക് പ്രകാശവുമായിരിക്കണം. ദൈവം തൻ്റെ ജ്ഞാനത്തെ വചനമായും കൽപ്പനയായും നൽകുന്നു. അത് ക്രിസ്തു നമുക്ക് കാട്ടിത്തരുന്നു. യേശുക്രിസ്തുവിൻ്റെ യൗവനകാലത്തിൽ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നു. കാരണം നമ്മുടെ യേശുക്രിസ്തുവിൻ്റെ ജീവിതം നോക്കുകയാണെങ്കിൽ യേശുക്രിസ്തു ദൈവത്തെ അത്രത്തോളം ബഹുമാനിച്ചതാണ്. അവസാനം മരിക്കുന്ന സമയം വരെ 7 മൊഴി സ്വന്തം ശരീരത്തെ ആത്മാവിനെ ഏൽപ്പിക്കുമ്പോൾ ആ സമയം വരെയും സ്വന്തം പിതാവിനെയാണ് യേശുക്രിസ്തു ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത്. കാരണം സ്വന്തമായിട്ട് മരിക്കാൻ പോകുമ്പോൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു, ദൈവമേ എന്നിൽ നിന്ന് ഇത് നീക്കിക്കളയാം. എന്നാൽ എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ എന്നിൽ നിറവേറട്ടെ. അപ്രകാരം നാം വചനത്തെ കേൾക്കുന്നവരായി, പഠിക്കുന്നവരായി, ധ്യാനിക്കുന്നവരായി, പാലിക്കുന്നവരായി ജ്ഞാനത്തിലൂടെ ജീവിക്കുവാൻ ദൈവം തൻ്റെ ആത്മാവിനാൽ നിങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.